ഓൾ ഓഫ് ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇല്ലേ? അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, സവിശേഷതകൾ, പ്രത്യേകതകളാണ്. അതിൽ നമ്മൾ 4 ഉണ്ടെന്ന് കണ്ടു. ഏതൊക്കെയാണ്? എക്കണോമിക് ഇവൻറ്റ്, രണ്ടാമത്തേത് സെക്കൻഡ് വൺ ഏതായിരുന്നു? ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ എന്തായിരുന്നു? ഓർഗനൈസേഷൻ. ഫോർത്ത് വൺ എന്തായിരുന്നു? ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എക്കണോമിക് ഇവൻറ്റ് കണ്ടു. എക്കണോമിക് ഇവൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഇൻറ്റേർണൽ ഇവൻറ്റ് ആൻഡ് എക്സ്റ്റേർണൽ ഇവൻറ്റ്. അത്രയും നമ്മൾ കറക്റ്റായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ സെക്കൻഡ് വണ്ണിലേക്ക് പോകാം. ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മക്കളെ, അപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ കണ്ടു, എക്കണോമിക് ഇവൻറ്റ്സ് ഇല്ലേ? അപ്പോൾ സെക്കൻഡ് വൺ എന്താ? ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ കുറേ ക്ലാസ്സുകളിൽ 2-3 ക്ലാസ്സുകളിൽ ഇത് കംപ്ലീറ്റ് പറഞ്ഞതാണ്. ഡെഫിനിഷനും മീനിങ്ങും എല്ലാം പറഞ്ഞപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലേ? ഓരോ എക്കണോമിക് ഇവൻറ്റുകൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മളത് കണ്ടെത്തണം, തിരിച്ചറിയണം. ദെൻ പിന്നെ എന്ത് ചെയ്യണം? മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കണം. ദെൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ രേഖപ്പെടുത്തണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം ചെയ്യണം. ജസ്റ്റ് ഒന്ന് പറയാതെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഒന്ന് നോക്കിയേ, ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലേ? നമ്മൾ ഓരോ ഇവൻറ്റുകളും ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക, കണ്ടെത്തണം. ഇറ്റ് ഇൻവോൾവ്സ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ഇതിലൊരു ഓർഗനൈസേഷനകത്ത് കുറേ ഇവൻറ്റുകൾ, കുറേ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെ ട്രാൻസാക്ഷനാണ് റെക്കോർഡ് ചെയ്യണമെന്ന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഇറ്റ് ഇൻവോൾവ്സ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സിലെ ഏതൊക്കെ ഇവൻറ്റുകൾ, എക്കണോമിക് ഇവൻറ്റ് കാണിക്കുള്ളൂ നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ഇവൻറ്റുകൾ കാണിക്കണം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇറ്റ് ഇംപ്ലൈസ് ഒബ്സർവിങ് ആൻഡ് സെലക്ടിങ് ദ ഇവൻറ്റ്സ് ദാറ്റ് മേ ബി റെക്കോർഡഡ് അല്ലേ? ഏതൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒബ്സർവ് ചെയ്യണം, നമ്മൾ നിരീക്ഷിച്ചിട്ട് നമ്മളത് സെലക്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻസ് അല്ലാണ്ട് പറഞ്ഞില്ലേ, ഒരു ഓർഗനൈസേഷനിലെ മാനേജറിയൽ പോളിസീസിൽ ചേഞ്ച് വരാം അല്ല? അതുപോലെ എംപ്ലോയീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാം, മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലുമൊക്കെ എംപ്ലോയീസിൻ്റെ റിട്ടയർമെൻറ്റ് ഉണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഇല്ലേ, മാനേജറിയൽ പോളിസിയിൽ വരുന്ന ചേഞ്ചുകളും റിട്ടയർമെൻറ്റും അപ്പോയിൻമെൻറ്റുകളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മളത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ ഇല്ലേ, നമ്മുടെ ബുക്കുകളിൽ നമ്മളത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് കുറേ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ ട്രാൻസാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പ്രത്യേകിച്ച് എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ ആദ്യമേ പറഞ്ഞു, എങ്ങനെയുള്ളതായിരിക്കണം? എക്കണോമിക് ഇവൻറ്റ്സ് ആയിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്താ പറയുന്നത്? മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അളക്കുക. It means quantification of business transactions into financial terms by using monetary units, rupees, paisa as a measuring unit. നമ്മൾ നേരത്തെ പറഞ്ഞത് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അളക്കുക, കണക്കാക്കുക. ഇറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. നമ്മൾ അറിയുന്ന ബിസിനസ് ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ക്വാണ്ടിഫൈ ചെയ്യണം. സംഖ്യാപരമായിട്ട് നമുക്കതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റണം. ഇറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ടു ഫിനാൻഷ്യൽ ടേംസ്. നമ്മൾ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും നമ്മൾ സംഖ്യാപരമായിട്ട് ഫിനാൻഷ്യൽ ടേംസിൽ പറയണം. അതെങ്ങനെയാണ് പറയേണ്ടത്? ബൈ യൂസിങ് മോണിറ്ററി യൂണിറ്റ്സ്. നമുക്ക് എങ്ങനെ പറയാം? എങ്ങനെയാ? റുപ്പീസ് ആൻഡ് പൈസ ആസ് എ മെഷറിങ് യൂണിറ്റ്. നമ്മൾ അതിൻ്റെ അളവുകോലായിട്ട് എന്തെടുക്കണം? രൂപയും പൈസയുമായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റണം. ഇത്ര രൂപയുടെ അസറ്റ് മേടിച്ചു, ഇത്ര രൂപയുടെ ലാബിലിറ്റി ഉണ്ട്, ഇത്ര രൂപയുടെ ലോൺ എടുത്തു. അങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റണം. അതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ എന്താ? റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എന്താ? ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ, രേഖപ്പെടുത്തുക. ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഇവൻറ്റ്സ് ദേ ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ആദ്യം നമ്മളൊരു ഓർഗനൈസേഷനകത്ത് ക്യാഷ് പർച്ചേസ്, ക്യാഷ് സെയിൽ, സാലറി പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ദെൻ മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, പല എംപ്ലോയീസ് റിട്ടയർ ആവുന്നുണ്ട്, മാനേജറിയൽ പോളിസീസിൽ ചേഞ്ച് വരുന്നുണ്ട്, സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓർഗനൈസേഷനകത്ത് കുറേ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം.
അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ നമ്മൾ മെഷർ ചെയ്യണം. മെഷർ ചെയ്യണമെന്ന് രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റണം, നമുക്ക് സംഖ്യാപരമായിട്ട് പറയാൻ പറ്റണം. ഇനി മൂന്നാമത്തത് എന്താ പറയുന്നത്, റെക്കോർഡിംഗ്. ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഇവൻറ്റ്സ് ദേ ആർ റെക്കോർഡഡ് ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ. എന്താ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ. എങ്ങനെയാണ്, ആദ്യം ജേണൽ എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതും, ജേണലിൽ നിന്ന് നമ്മൾ ലെഡ്ജർ എന്ന് പറഞ്ഞ ബുക്കിലേക്ക് എഴുതും, ദെൻ ഫിനാൻഷ്യൽ എൻഡിങ് ആകുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് റെഡിയാക്കും. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രൊണോളജിക്കലായിട്ടുള്ള ക്രമമായിട്ടുള്ള ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ നോക്കി, ലാസ്റ്റ് വൺ നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ. ആഫ്റ്റർ ദി എബോവ് 3 സ്റ്റേജസ്, ഏതൊക്കെ സ്റ്റേജസ്, ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ് ആൻഡ് റെക്കോർഡ്, the accounting information has to be communicated in a proper form to the management or other users in the form of reports like profit and loss account and balance sheet. നമ്മളിത് നേരത്തെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഒക്കെ പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷനിൽ എന്താ പറയുന്നത്, ആഫ്റ്റർ ദി എബോവ് 3 സ്റ്റേജസ്, ആദ്യത്തെ 3 സ്റ്റേജും കഴിഞ്ഞ് കഴിയുമ്പോൾ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ എ പ്രോപ്പർ ഫോം. കറക്റ്റ് ഫോമിൽ ആർക്കൊക്കെ കൊടുക്കേണ്ടത്, ടു ദി മാനേജ്മെൻറ്റ് ഓർ അതർ യൂസേഴ്സ്. മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ യൂസേഴ്സ് ആർക്കൊക്കെയാണ് വേണ്ടത്, നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് പഠിച്ചതാണ്, അവർക്കൊക്കെ കൊടുക്കണം. എങ്ങനെയാണ്, ഇൻ ദ ഫോം ഓഫ് റിപ്പോർട്ട്സ് ലൈക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമായിട്ടൊക്കെ റെഡിയാക്കി നമ്മൾ ഇൻട്രസ്റ്റഡ് പേഴ്സണിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ സെക്കൻഡ് വൺ ഏതാണ്, ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മിസ് ഇത് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ തേർഡും ഡെഫിനിഷനും മീനിങ്ങും എല്ലാം പറഞ്ഞപ്പോൾ ഇത് നമ്മൾ കുറേ പ്രാവശ്യങ്ങൾ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാമത് പറഞ്ഞത് എക്കണോമിക് ഇവൻറ്റ്. എക്കണോമിക് ഇവൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മൾ മെഷർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, ദെൻ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം, ആശയവിനിമയം ചെയ്യണം. അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓർഗനൈസേഷൻ. മിസ് ആദ്യം അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ക്ലാസ് തുടങ്ങി പറയുന്നതാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം ഇല്ലേ. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, എനിക്കൊരു സ്ഥാപനമുണ്ടെങ്കിൽ എനിക്ക് 3 പേരിൽ പറയാം. അതിനെ ഓർഗനൈസേഷൻ എന്ന് പറയാം, എൻ്റെ എൻറ്റിറ്റി എന്ന് പറയാം, ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയാം. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും എൻറ്റിറ്റി എന്ന് പറഞ്ഞാലും ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാലും ഒരു സ്ഥാപനം, അത്രയും മീനിങ് ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മക്കൾ നമുക്ക് നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് കാണാം. ആ ഓർഗനൈസേഷൻസിൻ്റെ എയിം അല്ലെങ്കിൽ മോട്ടീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങളുള്ളത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏർണിംഗ് പ്രോഫിറ്റ് ഇല്ലേ, ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അവരുടെ ലക്ഷ്യം എന്താണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പലതരത്തിലുള്ള ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെ പലതരത്തിലുള്ള ക്ലബ്ബുകൾ കാണുന്നുണ്ട്, ഹോസ്പിറ്റൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്കൂളുകളുണ്ട്. അവിടെയും പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ, ഒരു ക്ലബിൻ്റെ അവരുടെ മോട്ടീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് ഏർണിംഗ് പ്രോഫിറ്റ് അല്ല, പിന്നെ എന്താ, അവിടെ സർവീസാണ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. അവിടെ ക്ലബിൻ്റെ, ഹോസ്പിറ്റലിലും സ്കൂളുകളിലുമൊക്കെ നമ്മളിതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ റെഡിയാക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അവിടെയൊന്നും നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്നല്ല പറയുന്നത്. നമ്മളവിടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് മോട്ടീവാണ്, ദാറ്റ് ഈസ് സർവീസാണ്. അവിടെയെല്ലാം സർവീസാണ് നടക്കുന്നത്. പക്ഷേ അതിനെ നമുക്ക് എന്തിൽ കൊണ്ടുവരാം, ഓർഗനൈസേഷനിൽ കൊണ്ടുവരാം. ഇനി ഓർഗനൈസേഷൻ്റെ മീനിങ്ങിലേക്ക് നോക്കിയേ. It means an entity which stands for performing business activities either for profit or non-profit motive. അല്ലേ, ഓർഗനൈസേഷൻ മീൻസ് ആൻ എൻറ്റിറ്റി. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. വിച്ച് സ്റ്റാൻഡ് ഫോർ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. അവിടെ ബിസിനസ് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട്. either for profit motive ഓർ നോൺ പ്രോഫിറ്റ് മോട്ടീവ്. അവിടെ എല്ലാം നമ്മുടെ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ്, എന്താ മോട്ടീവ്, ലക്ഷ്യം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലേ. നോൺ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, ലാഭമല്ല അവിടെ ലക്ഷ്യം. പിന്നെ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും, സർവീസ് ആയിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബായാലും ഹോസ്പിറ്റലായാലും സ്കൂളായാലും അവിടെയും എല്ലാം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പക്ഷേ ആ ആക്ടിവിറ്റീസിൻ്റെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏർണിംഗ് പ്രോഫിറ്റ് അല്ല, ദേ ആർ ഡൂയിങ് ഫോർ സർവീസ്. അവർ സർവീസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. Okay, so organization means an entity which stands for performing business activities either for profit or non-profit motive. ഇല്ലേ, ലാഭം നേടുക അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് മോട്ടീവ്, ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ സർവീസ് എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്നു പോകുന്ന ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് പറയാം, എൻറ്റിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. So, organization means an entity which stands for performing business activities either for profit or non-profit motive. What's the meaning of organization? അങ്ങനെയൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കില്ല കേട്ടോ. മക്കളുടെ ടേംസുകൾ ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി.
ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്കതിനെ പല പേരിൽ പറയാം. എങ്ങനെയാണ്? ഓർഗനൈസേഷൻ എന്ന് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം, ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയാം. ആ സ്ഥാപനം നടക്കുന്നത് ഒന്നെങ്കിൽ അവരുടെ ലക്ഷ്യം മോട്ടീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും, ലാഭം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ നോൺ പ്രോഫിറ്റ് മോട്ടീവായിരിക്കും. ഈ നോൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? സർവീസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ആ മീനിങ് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിക്കുകയോ വാട്ട്സ് മീനിങ് ഓഫ് ഓർഗനൈസേഷൻ എന്നൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കില്ല. ഓക്കെ. ദെൻ ഇറ്റ് ക്യാൻ ബി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ കമ്പനി. നമ്മളീ പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം, വൺ മാൻ ബിസിനസ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ, ഞാൻ മാത്രമാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ, ഞാൻ മാത്രമാണ് ബിസിനസ്സിൻ്റെ ഓണറെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, വൺ മാൻ ബിസിനസ്. അതിന് നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം. ദെൻ പാർട്ട്ണർഷിപ്പ്, രണ്ടോ അതിൽ കൂടുതൽ ആളുകളോ ഒന്നിച്ച് ചേർന്ന്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്ന് ഒരു ബിസിനസ് നടത്തണമെങ്കിൽ അതിനെ നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സ്ഥാപനമായിട്ടാണ് നടത്തുന്നതെങ്കിൽ നമുക്കതിനെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഷെയറുകളൊക്കെ ഇറക്കിയാണ് നടക്കുന്നതെങ്കിൽ നമുക്കതിനെ നമ്മുടെ സ്ഥാപനത്തിന് കമ്പനി എന്ന് പറയാം. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും കോപ്പറേറ്റീവ് സൊസൈറ്റിയും കമ്പനിയും എല്ലാം ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അത് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ കറക്റ്റായിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ അറിയേണ്ടത്? ഓർഗനൈസേഷൻ. വാട്ട്സ് ദി മീനിങ് ഓഫ് ഓർഗനൈസേഷൻ? ഇറ്റ് മീൻസ് ആൻ എൻറ്റിറ്റി വിച്ച് സ്റ്റാൻഡ് ഫോർ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് ഐദർ ഫോർ പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ് മോട്ടീവ്. ഇല്ലേ? ലാഭം നേടുക അല്ലെങ്കിൽ സർവീസ് കൊടുക്കുക എന്നതിന് വേണ്ടി നടക്കുന്ന ഏതൊരു സ്ഥാപനത്തെയും ഏതൊരു എൻറ്റിറ്റിയെയും നമുക്ക് എന്ത് പറയാം? ഓർഗനൈസേഷൻ എന്ന് പറയാം. ഈ ഓർഗനൈസേഷൻ വേണമെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്ന സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, അല്ലെങ്കിൽ രണ്ടും അതിൽ കൂടുതൽ ആൾക്കാർ നടത്തുന്ന പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമുക്കതിനെ ഓർഗനൈസേഷൻ എന്ന് പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും നമുക്കതിനെ ഓർഗനൈസേഷൻ എന്ന് പറയാം. കമ്പനി ആണെങ്കിലും നമുക്കതിനെ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഓക്കെ. ഒരു സ്ഥാപനം, ബിസിനസ് എൻ്റർപ്രൈസ്, അത്രയേ ഉള്ളൂ എൻ്റെ മീനിങ് ഓർഗനൈസേഷൻ. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ലാസ്റ്റ് വൺ നോക്കാം. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ, ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും കൂടി നമുക്ക് നോക്കാം. അത്രയേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ആരൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ നമ്മൾ ജേർണൽ എഴുതി, ലെഡ്ജർ എഴുതി, നമ്മൾ ട്രയൽ ബാലൻസ് റെഡിയാക്കി, ലാസ്റ്റ് ഫൈനൽ അക്കൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കും. ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുന്ന ഒരു അക്കൗണ്ടൻറ്റ് റെഡിയാക്കി വെക്കുന്നത് അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെ നമ്മുടെ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അതാരൊക്കെയാണ്? മിസ് നേരത്തെ പറഞ്ഞതാണ്. ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ആൻഡ് അതർ ലെൻഡേഴ്സ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, റിസർച്ചേഴ്സ്, സെക്യൂരിറ്റി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ്. ഇവരെല്ലാവരും നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണ്. ഇനി എല്ലാവരും ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യത്തെ കേസ്, ഒരു ഓർഗനൈസേഷനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ ആരാണ്? ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ആ ബിസിനസ്സിലേക്ക് ക്യാഷ് മുടക്കിയവർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ ദി ബിസിനസ് കണ്ടീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇല്ലേ? ടു നോ ദി ബിസിനസ് കണ്ടീഷൻ. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നടത്തിയതാണെങ്കിലും എനിക്ക് എന്തോരം പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് 2-3 പേര് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അറിയണം എന്താ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് അറിയണം. ആ പ്രോഫിറ്റ് കിട്ടുന്നുള്ളത് അറിയാൻ നമ്മൾ ഏതാണ് നോക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ ഓണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി അറിയണത്? ടു നോ ദി ബിസിനസ് കണ്ടീഷൻ, ബിസിനസ്സിൻ്റെ കണ്ടീഷൻ അറിയണം. ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇല്ലേ? എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് ഓരോ ഓണേഴ്സിനും അറിയണം. ദ നെക്സ്റ്റ് വൺ മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അറിയണമെന്ന് പറയുന്നത്? ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ആൻഡ് മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ. ടു ഇവാലുവേറ്റ് പെർഫോമൻസ്, എൻ്റെ ബിസിനസ് എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് ഓരോ മാനേജ്മെൻറ്റിനും ചെക്ക് ചെയ്യണം. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇപ്പോൾ ജേർണൽ നോക്കിയാലോ ലെഡ്ജർ നോക്കിയാലോ ഒന്നും കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. കുറേ ട്രാൻസാക്ഷൻസ് എഴുതി വെച്ചേക്കുന്നത് അതേ ഉള്ളൂ. ആ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയുണ്ട്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ വേണം? നമ്മൾ ഫൈനൽ അക്കൗണ്ട് റെഡിയാക്കുക തന്നെ വേണം. അത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. സോ മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയണമെന്ന് പറയുന്നത്? ടു ഇവാലുവേറ്റ് പെർഫോമൻസ്, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട്, ആൻഡ് മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ, അതിൻ്റെ ബേസിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നത്. ദെൻ മൂന്നാമത്തത് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കേഴ്സ്, അതർ ലെൻഡേഴ്സ്. ഇല്ല, എന്താ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പണം കടം കൊടുക്കുന്നവർ. ഇപ്പോൾ ഞാൻ എൻ്റെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലെൻഡേഴ്സ് പണം നൽകുന്നവരുടെ നിന്ന് ഞാൻ ക്യാഷ് മേടിക്കുന്നുണ്ടാവും. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കടമായിട്ട് സാധനങ്ങൾ എനിക്ക് തരുന്നവരാണ്, അതൊക്കെ നമുക്ക് പിന്നെ കറക്റ്റായിട്ട് പിന്നെ പഠിക്കാം കേട്ടോ.
ഇവരെല്ലാവർക്കും ക്രെഡിറ്റർ ആയാലും ബാങ്കർ ആയാലും അതർ ലെൻഡേഴ്സ് ആയാലും അവർക്ക് എല്ലാവർക്കും ബിസിനസ്സിനെ പറ്റി, എൻ്റെ ബിസിനസ്സിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ദി സോൾവൻസി ഓർ ലിക്വിഡിറ്റി. എൻ്റെ ഓർഗനൈസേഷന് എത്ര സോൾവൻസി ഉണ്ട്, എൻ്റെ ഓർഗനൈസേഷന് എത്ര ലിക്വിഡിറ്റി ഉണ്ട്, അതറിയാനായിട്ട് ഞാൻ കടം മേടിക്കുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ബാങ്കേഴ്സിനായാലും, ഞാൻ ക്യാഷ് കടം മേടിക്കുന്ന ലെൻഡേഴ്സിനായാലും, ഞാൻ ഗുഡ്സ് കടം മേടിക്കുന്ന ക്രെഡിറ്റേഴ്സിനായാലും അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടാകും. സോ നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുന്ന ടേമാണ് വാട്ട്സ് മീനിങ് ഓഫ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു റീപേ ദ ഡെപ്റ്റ്. ലിക്വിഡിറ്റി അല്ലെങ്കിൽ സോൾവൻസി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു റീപേ ദ ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, ഇല്ലേ? കടം തിരിച്ചു കൊടുക്കാൻ എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ്. നമ്മൾ അത് ഇപ്പോൾ നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. നമ്മൾ കുറേ റിപ്പോർട്ടുകളൊക്കെ റെഡിയാക്കും, റേഷ്യോ അനാലിസിസ് ഒക്കെ റെഡിയാക്കും. അപ്പോൾ അതൊക്കെ നോക്കി കഴിയുമ്പോൾ ഒരു ബാങ്കിനോ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ലെൻഡർക്കൊക്കെ ആയാലും ക്രെഡിറ്റേഴ്സിനൊക്കെ ആയാലും നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ക്രെഡിറ്റേഴ്സും ബാങ്കേഴ്സും അതർ ലെൻഡേഴ്സും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണത്? ടു ചെക്ക് ദി സോൾവൻസി ഓർ ലിക്വിഡിറ്റി ഓഫ് ദ ബിസിനസ്. ഇല്ല, ക്യാഷ് കടം കൊടുത്താൽ തിരിച്ച് കിട്ടുമെന്ന് അറിയണം. എന്താ ലിക്വിഡിറ്റിയുടെ മീനിങ്? ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു റീപേ ദ ഡെപ്റ്റ്. കടം തിരിച്ചു കൊടുക്കാൻ ഒരു ഓർഗനൈസേഷന് കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ടേംസ് നോക്കിയാൽ മതി. നാലാമത്തത് ആരാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് എന്തിനാ? ടു ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ ബിസിനസ്സിൽ ക്യാഷ് മുടക്കിയവരാണ്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് മുടക്കാൻ ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ടു ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അവർക്കൊരു തീരുമാനം എടുക്കണം. ഒരു ബിസിനസ്സിലേക്ക് ക്യാഷ് ഇറക്കണോ, ആ പാർട്ട്ണർഷിപ്പിലേക്ക് ക്യാഷ് ഇറക്കണോ, ആ കമ്പനിയിലേക്ക് ക്യാഷ് ഇറക്കണോ, അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും എന്ത് ചെക്ക് ചെയ്യും? നമ്മുടെ കമ്പനി എടുത്ത് നോക്കുമ്പോൾ ആ പ്രോഫിറ്റുള്ള കമ്പനിയാണ്, എന്നാൽ അതിൻ്റെ ഷെയർ മേടിക്കാം. ഓക്കെ. ഇതിന് അഞ്ചാമത്തത് എംപ്ലോയീസിനും നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സാലറി ബാർഗെയിനിങ്, അല്ലേ? സാലറിയെ പറ്റി ബാർഗെയിൻ ചെയ്യാൻ, വിലപേശാനല്ല, സാലറിയെ പറ്റി അറിയാനായിട്ട്. അതിന് ഇപ്പോൾ ഇത്രയും സാലറി വേണം, ഇപ്പോൾ അവിടെ പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് ഞങ്ങൾക്ക് ബോണസ് വേണം, അങ്ങനെ ശരിക്കും ഒരു ബാർഗെയിനിങ് നടത്താനായിട്ട്, ഇല്ലേ? ബാർഗെയിനിങ് കറക്റ്റ് മീനിങ് വിലപേശൽ എന്നാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. എംപ്ലോയീസ് നമുക്ക് അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വിവരങ്ങൾ ചോദിക്കുന്നത്? അവർക്ക് ബോണസ് കിട്ടാനായിട്ട്, സാലറിയിൽ ഇൻക്രിമെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. then ആറാമത്തത് ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്? ടു ഫ്രെയിം എക്കണോമിക് പോളിസീസ് ആൻഡ് ടാക്സ് അസസ്മെൻറ്റ്. ഇല്ല, എക്കണോമിക് പോളിസീസ് റെഡിയാക്കാനായിട്ട്, അല്ലെ ടാക്സ് അസസ് ചെയ്യാൻ, എത്ര ഗവൺമെൻറ്റിലേക്ക് ടാക്സ് മേടിക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യണം? ഗവൺമെൻറ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ചെക്ക് ചെയ്യും. ദെൻ കസ്റ്റമേഴ്സിന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് എബിലിറ്റി ടു സർവീസ് ദ പ്രൊഡക്റ്റ്. ഇല്ലേ, ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ തരാനുള്ള കഴിവുണ്ടോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യാനായിട്ടും എന്ത് വേണം? കസ്റ്റമേഴ്സിന് നമ്മൾ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാറുണ്ട്. ടു ചെക്ക് എബിലിറ്റി ടു സർവീസ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് നമുക്ക് നല്ല രീതിയിൽ തരാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ആർക്കറിയണം? കസ്റ്റമേഴ്സും അത് ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ റിസർച്ചേഴ്സും ഇതുപോലുള്ള ഡാറ്റ കളക്ട് ചെയ്തല്ലേ. നമ്മളിപ്പോൾ റിസർച്ച് നടത്തുവാണെങ്കിൽ, ഇപ്പോൾ ബികോമിനോ എംകോമിനോ ഒക്കെ പോയി നമ്മൾ റിസർച്ച് നടത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഓർഗനൈസേഷനിൽ പോയിട്ട് നമ്മൾ ചോദിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കളക്ട് ചെയ്യും. സോ ഫോർ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് റിസർച്ചേഴ്സിനും എന്ത് വേണം? ഒരു ബിസിനസ്സിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇതിൻ്റെ നയൻത്ത് വൺ എന്താ പറയുന്നത്? സെക്യൂരിറ്റി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സിന് എന്തിനാണ്? ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് കമ്പനീസ് ആൻഡ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇല്ലേ, ഓരോ കമ്പനീസിൻ്റെയും എങ്ങനെ അവർ പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ എങ്ങനെ ഷെയർ മേടിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി അനലിസ്റ്റുകൾ അഡ്വൈസേഴ്സും തീരുമാനിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ആൾക്കാരാണ് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓണേഴ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, റിസർച്ചേഴ്സ് ആൻഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ്. ഇല്ലേ, ഓണേഴ്സിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബിസിനസ്സിൻ്റെ കണ്ടീഷൻ അറിയാനായിട്ട്, പ്രോഫിറ്റ് എത്ര കിട്ടുമെന്ന് അറിയാനായിട്ട്. മാനേജ്മെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഇവാലുവേറ്റ് പെർഫോമൻസ്, പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ക്രെഡിറ്റേഴ്സിനും അക്രെഡിറ്റഡ് ഡെപ്റ്റർ ടേം നമുക്ക് പഠിക്കാം കേട്ടോ. അത് നിങ്ങളൊരു പുതിയ ടേം ആയിരിക്കും, അത് കുറച്ച് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ടേം നോക്കിയാൽ മതി. ക്രെഡിറ്ററും ബാങ്കിനും ലെൻഡേഴ്സിനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ദി സോൾവൻസി ഓർ ലിക്വിഡിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? ദ എബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ടു റീപേ ദ ഡെപ്റ്റ്. The ability of an organization to repay the debt. കടം തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യും? റേഷ്യോ അനാലിസിസും അതുപോലൊക്കെ ചെക്ക് ചെയ്യും. ദെൻ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, അല്ല ഇനി ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ടു ടേക്ക് കറക്റ്റ് ഡിസിഷൻ, അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനം എടുക്കാനായിട്ട്. എംപ്ലോയീസിന് സാലറിയും ബോണസിനെ പറ്റിയൊക്കെ ചോദിക്കാനായിട്ട്. ഗവൺമെൻറ്റിന് ടാക്സിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഗവൺമെൻറ് ചെക്ക് ചെയ്യും.
കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ അവർക്ക് എബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ലോസിൽ പോകുന്ന ഒരു ഓർഗനൈസേഷന് ഒരിക്കലും കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റില്ല, റോ മെറ്റീരിയൽസ് നല്ലത് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സും ഓരോ ഓർഗനൈസേഷനെ പറ്റി അന്വേഷിക്കാറുണ്ട്. ദെൻ റിസർച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ട്, ഡാറ്റ കളക്ട് ചെയ്യാൻ. സെക്യൂരിറ്റി അനലിസ്റ്റും അഡ്വൈസേഴ്സും എന്തിനാ, അവർ ഓരോ കമ്പനീസിനെ പറ്റിയും അവരെന്ത് ചെയ്യും, പെർഫോമൻസ് നോക്കും. നല്ല കമ്പനീസിനൊക്കെ ആണെങ്കിൽ ആൾക്കാർ അവരെന്ത് ചെയ്യും, അവർ അഡ്വൈസ് കൊടുക്കും. ആ കമ്പനിയുടെ ഷെയർ നല്ലതാണ്, നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നൊക്കെ അവർ അഡ്വൈസ് കൊടുക്കും. ഇത്രയും പേരാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അക്കൗണ്ടിങ് ഇൻഫർമേഷനെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ, ഇൻട്രസ്റ്റഡ് പേഴ്സൺസിനെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും പറയാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും പറയാം. താല്പര്യ കക്ഷികളായിരിക്കുക. അപ്പോൾ നമുക്ക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ യൂസേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താ, വിത്തിൻ ദ ഓർഗനൈസേഷനകത്ത് കുറേ ആൾക്കാരുണ്ട്, അവർക്കും എന്തിനു താല്പര്യമുണ്ട്, ഓർഗനൈസേഷനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷന് പുറത്തുള്ള ആൾക്കാർക്കും ഓർഗനൈസേഷനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ എക്സാമിന് വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കില്ല, എന്നാലും മക്കൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ, വിത്തിൻ ദ ഓർഗനൈസേഷനിൽ ആരൊക്കെ വരുന്നുണ്ട്, ഓർഗനൈസേഷനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർ, ഓണേഴ്സ് വരുന്നുണ്ട് അല്ലേ, അത് കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ, പാർട്ട്ണർഷിപ്പ്, അതൊക്കെ ആണെങ്കിൽ സോൾ പ്രൊപ്പറേറ്ററും പാർട്ട്നേഴ്സൊക്കെ വരും. സോ ഫസ്റ്റ് വൺ ഓണേഴ്സ്. ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ യൂസേഴ്സിൽ ആദ്യം നമുക്ക് പറയാവുന്നത് ഓണേഴ്സാണ്. പിന്നെ എംപ്ലോയീസ് വരുന്നുണ്ട്. എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ ഇൻറ്റേർണലും എക്സ്റ്റേണലായിട്ട് പറഞ്ഞാലും പ്രോബ്ലം ഇല്ല. നമ്മൾ വ്യൂ പോയിൻ്റ് വെച്ച് നമുക്ക് രണ്ട് രീതിയിലും പറയാവുന്നതാണ്. പല ബുക്കുകളിലും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എംപ്ലോയീസ് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റേർണൽ എന്ന് പറയാം. അതുപോലെ മെയിനായിട്ട് വരുന്നത് മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും ബിസിനസ് സ്റ്റഡീസിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറേ മാനേജേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മാനേജ്മെൻറ്റിനും എന്തിനു താല്പര്യമുണ്ട്, ഓർഗനൈസേഷൻ്റെ ഡാറ്റയെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിൽ വരുന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡൻറ്റ്, പ്ലാൻ മാനേജർ, സ്റ്റോർ മാനേജർ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയറിൽ കുറേ പഠിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. സൂപ്രണ്ടൻറ്റ്, ചെയർമാൻ, അങ്ങനെ കുറേ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് മക്കൾ അത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സിൽ വരുന്നത് മെയിനായിട്ട് ആരൊക്കെയാണ്, ഓണേഴ്സും എംപ്ലോയീസും മാനേജ്മെൻറ്റുമാണ്. ആ മാനേജ്മെൻറ്റിൽ തന്നെ കുറേ കാറ്റഗറി വരുന്നതാണ് താഴെ എഴുതിയേക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ദെൻ എക്സ്റ്റേണൽ, ഒരു ഓർഗനൈസേഷനെ പറ്റി അറിയാൻ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. പബ്ലിക്കിന് താല്പര്യമുണ്ട്, ഇൻവെസ്റ്റേഴ്സിന്, കസ്റ്റമേഴ്സിന്, ബാങ്കിന്, ഗവൺമെൻറ്റിന്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സിന്, ടാക്സ് അതോറിറ്റിക്ക്, റിസർച്ചേഴ്സിന്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്, ലേബർ യൂണിയൻ, ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഓർഗനൈസേഷനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാമിൻ്റെ മക്കൾ നോട്ട്ബുക്കിൽ വരച്ച് വയ്ക്കുക. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. യൂസേഴ്സിനെ നമുക്ക് വി ക്യാൻ ഡിവൈഡഡ് ഇൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഇവൻറ്റും എക്സ്റ്റേണൽ ഇവൻറ്റും പഠിച്ചില്ലേ. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ അകത്തുള്ളവർ. ദെൻ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അത്.